നമുക്ക് ഷൗക്കത്തും വേണ്ട, ജോയിയും വേണ്ട, ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് വേറൊരാൾ വരട്ടെ എന്ന് ആലോചിക്കുന്ന ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. അത്തരമൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് വന്നേക്കും എന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അത്തരം ഗൗരവമായ ആലോചനകൾ അവർക്കിടയിൽ നടക്കുന്നു എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ അതായിരിക്കും ഒരുപക്ഷെ ചിലപ്പോൾ കോൺഗ്രസിനും ഗുണം ചെയ്യാൻ തോന്നുന്നു. യു ഡി എഫിൻ്റെതായ ഘടകകക്ഷികളുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ്, രണ്ടാം സ്ഥാനത്ത് മുസ്ലിം ലീഗാണ്, പിന്നീട് RSP ഉണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയുള്ള വിവിധ ഘടകകക്ഷികളുണ്ട് UDF-നകത്ത്. UDF-ന് പുറത്ത് UDF-നെ സഹായിക്കുന്നതിന് വേണ്ടി കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളുമുണ്ട്. അതിലൊന്നാമത്തെ കക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി, അതോടൊപ്പം തന്നെ SDPI. ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനമൊന്നും കേരളത്തിലില്ല എങ്കിലും അവർ മുസ്ലിം സമുദായത്തെ ഭൗതികമായി നയിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ പോലും ഒരു ഘട്ടത്തിൽ നയിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചില ഭൗതിക തീരുമാനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അത് നാം എത്രയോ കണ്ടതുമാണ്. അതുകൊണ്ട് UDF-ന്റെ നയരൂപീകരണത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയുന്നുമുണ്ട്. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മുഖപത്രമുണ്ട്, മാധ്യമം. അതോടൊപ്പം തന്നെ അവരുടെ ചാനലുണ്ട് മീഡിയ വൺ. മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്റർ C. ദാവൂദ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബൗദ്ധിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആൾ കൂടിയാണ്. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട വ്യക്തിയായ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ C. ദാവൂദ് മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്റർ, അദ്ദേഹം മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടനുസരിച്ച് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തോ VS ജോയിയോ ആകരുത്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇവർ രണ്ടാളുമല്ലാത്ത മൂന്നാമതൊരാൾ വരും, അതായിരിക്കും കോൺഗ്രസിന് ഏറ്റവും ഉചിതം എന്ന് പറയുകയാണ് C. ദാവൂദ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആര്യാടൻ ഷൗക്കത്തിന് നെഗറ്റീവായി വരുന്ന ചില എലമെന്റ്സ്, ജോയിക്ക് ഇല്ലാത്ത ചില എലമെന്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇദ്ദേഹത്തിന്റെ ഭൂതകാലത്ത് ഇദ്ദേഹം എടുത്തിട്ടുള്ള ചില സിനിമകൾ, ആ സിനിമ എന്ത് ലക്ഷ്യം നോക്കൂ. ഇന്ന് നമ്മൾ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കൾച്ചറൽ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യവഹരിക്കപ്പെടുന്ന സംഗതികളുണ്ടല്ലോ, അതിൻ്റെ പ്രാഗ്രൂപങ്ങൾ, അതിൻ്റെ ഉത്ഭവസ്ഥാനം നിൽക്കുന്നതാണ് ഷൗക്കത്തിൻ്റെ ആദ്യകാല സിനിമകൾ എന്ന് പറയുന്നത്. അതായത് ദൈവനാമത്തിൽ അലിഗഡ് പോവുക, അലിഗഡിൽ മലബാർ എന്ന് വെച്ചാൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അലിഗഡ് പഠിക്കാൻ പോകുന്നു. അവിടെ പോയിട്ട് അയാൾ എന്താ പഠിക്കുന്നത്? തീവ്രവാദം പഠിക്കുന്നു, തിരിച്ചു വന്ന് ട്രെയിനിന് ബോംബ് വെക്കുന്നു. ഇതാണ് കഥ എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നുണ്ടായിരുന്നു TV ചന്ദ്രനെ കൂടി ചെയ്തത് വാടം എന്നൊരു വിലാറില്ല. ഇങ്ങനെ ഈ പറയുന്ന മുസ്ലിം എന്താ പറയുക അപരവൽക്കരണത്തിൻ്റെ, പൈശാചികവൽക്കരണത്തിൻ്റെ ഈ സ്റ്റീരിയോ ടൈപ്പ് സംഗതികളുണ്ടല്ലോ, അതിൻ്റെ സർവ്വ എലമെൻറ്റുകളും പൂത്തുലഞ്ഞ് വിലസി നിന്ന സിനിമകൾ ചെയ്ത് അങ്ങനെ ഈ പറഞ്ഞ സാംസ്കാരിക രംഗത്ത് ആളാകാൻ ശ്രമിച്ച വിഡ്ഢിവേഷക്കാരൻ ആയിരുന്നു ഷൗക്കത്ത്. പക്ഷെ അത് പിന്നീട് അദ്ദേഹം തിരിച്ചറിയുകയും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർത്തമാന സിനിമയൊക്കെ വരുന്നത്. ഇപ്പോൾ നിലമ്പൂരത്തെ ഒരു ലോക്കൽ പൊളിറ്റിക്സിൽ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഷൗക്കത്ത് എന്ന് ചോദിച്ചാൽ, അവനെ കോൺഗ്രസിന്റെ ലോക്കൽ ഇതിനകത്ത് ഇക്വേഷൻസിനകത്ത് പൂർണ്ണമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിൽ ചില പ്രശ്നങ്ങൾ. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ജയസാധ്യതയില്ല, അദ്ദേഹം ഒരു നല്ല സ്ഥാനാർത്ഥിയാകില്ല എന്ന് പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബൗദ്ധിക മുഖമായ C. ദാവൂദ് മീഡിയ വൺ ചാനലിലൂടെ. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭൂതകാല സിനിമകൾ അത് ഇസ്ലാം വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണ്. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിലും അതിപ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായ C. ദാവൂദ് പറയുന്നത്. മറ്റൊന്ന്, ലീഗുമായുള്ള പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിൽ കോൺഗ്രസിൽ തന്നെ വലിയ എതിർപ്പ് ഉണ്ട് ആര്യാടൻ ഷൗക്കത്തിന് എതിരെ എന്ന് പറയുന്നു. ഇനിയിപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി VS ജോയിയാണ്. ഇനിയിപ്പോൾ VS ജോയി ആയിരിക്കുമോ UDF-ന്റെ നല്ല സ്ഥാനാർത്ഥി? അതുമായിരിക്കില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. C. ദാവൂദിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പുറത്ത് നിലമ്പൂരിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ
അത് വീണ്ടും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്നില്ല എന്ന് വരുന്നത് കോൺഗ്രസ്സിന് ഗുണകരമാവില്ല. അത് ഗുണകരമാവില്ല. മാത്രം ഇപ്പം തന്നെ ചില മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് ആ നിലക്കുള്ള വയനാട് സീറ്റ് മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാതെ പോയി. അതിൻ്റെ അമർഷം പല ആളുകളും പ്രകടിപ്പിച്ചാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ജോയി വെക്കുമ്പോൾ കോൺഗ്രസിന് ആലോചിക്കാവുന്ന വേറെ ഇപ്പം കത്തോലിക്ക സഭയുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പലതരത്തിലുള്ള. യഥാർത്ഥത്തിൽ ആ പ്രശ്നം ഉണ്ടോ എന്നുള്ള വേറെ വിഷയം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പാച്ചപ്പ് ചെയ്യാൻ നിലമ്പൂരിലൊരു സഭയുടെ സ്ഥാനാർത്ഥിയെ വെച്ചാൽ പരിഹരിച്ചേക്കും എന്നൊരു പക്ഷേ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ അത് ജോയി വെക്കുന്നതുകൊണ്ട് കത്തോലിക്ക സഭ സംതൃപ്തരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജോയി ഒരു ന്യൂ ജനറേഷൻ സഭയുടെ ആളാണ്, പെന്തക്കോസ്റ്റൽ സഭയുടെ ഭാഗമായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ജോയി വെച്ചതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഇഷ്ടം മേടിച്ച് കളയാം എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അത് അത്ര ശരിയാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സെനാരിയോ ആണ്. പിന്നെ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും സി ദാവൂദ് നൽകുന്നുണ്ട്. രണ്ടുപേരെയും മാറ്റി നിർത്തുക, മൂന്നാമത് ഒരാൾ ഉയർത്തിക്കൊണ്ടുവരിക, അതിലേക്ക് കോൺഗ്രസ് വരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത് അത്തരമൊരു ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട് കോൺഗ്രസിനകത്ത്, മുന്നണിക്കകത്ത്. ആ ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ടാകുമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ആശയം UDF ചെന്നെത്തിയിട്ടുണ്ട് എങ്കിൽ അത് മുസ്ലിം ലീഗ് വഴിയായിരിക്കും, സംശയമേ ഇല്ല. മുസ്ലിം ലീഗ് നേതാക്കളിലൂടെ ആ സന്ദേശം കൃത്യമായും കോൺഗ്രസ് നേതാക്കളിൽ എത്തിയിട്ടുണ്ടാകും. രണ്ടുപേരും മത്സരിച്ചാൽ പരസ്പരം കാലുവാരാനും പരസ്പരം അടിക്കാനുമൊക്കെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മൂന്നാമത് ഒരു സ്ഥാനാർത്ഥി, എല്ലാവർക്കും സ്വീകാര്യനായ മൂന്നാമത് ഒരു സ്ഥാനാർത്ഥി, അത് ആരായിരിക്കണം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. പക്ഷേ അതായിരിക്കും ഗുണകരമാവുക എന്ന ചർച്ച ലീഗിനകത്ത് ആരംഭിച്ചിട്ടുണ്ട്, UDF ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് സി ദാവൂദ് പറഞ്ഞു വെക്കുന്നത്.